മല്ലിക ചേച്ചിയുടെ ഒരു മോളുടെ ഹസ്ബൻഡ്. ഈ ജീൻസ് ഇട്ടുകൊണ്ടിരിക്കുന്നതാണ് അനശ്വരയുടെ അമ്മ. പറയേണ്ട കാര്യമില്ല. ആ സിനിമയിൽ ഒറ്റ കോസ്റ്റ്യൂമേ ഉള്ളൂ, ഒരു നൈറ്റി. 35 ദിവസം അത് തന്നെ ഇട്ടോണ്ടിരുന്നത്. അത് കണ്ട് നമ്മൾ അങ്ങനെ അത് മാറ്റി മറിക്കാനായിട്ട് ജീൻസ് ഇല്ല, അത് ചോദിക്കില്ല, ഞാൻ പറയണോ? സുധ എന്നാണ് പേര്. അനുവിന്റെ അമ്മ, അസിസിക്കയുടെ വൈഫായിട്ടാണ് അഭിനയിക്കുന്നത്. നിങ്ങൾക്ക് ഈ സിനിമയിൽ ഒരൊറ്റ കോസ്റ്റ്യൂം ഉള്ളത് വൈചേട്ടനും പറഞ്ഞു. ഒറ്റ കോസ്റ്റ്യൂമിലാണ്. 2 കോസ്റ്റ്യൂം ഉണ്ട്. എനിക്കുണ്ട് 2 കോസ്റ്റ്യൂം. അല്ലല്ല, ആദ്യം ഒന്നുണ്ട്. പക്ഷേ ബാക്കി 99% ഒറ്റ കോസ്റ്റ്യൂം. ഒരു ദിവസം നടക്കുന്ന കഥയാണ് നമ്മുടെ മേജർ കഥ. ഒറ്റ ദിവസം ഒരു മീൻസ് തലേ ദിവസം നമ്മുടെ വീട്ടിൽ നടക്കുന്നതും പിറ്റേ ദിവസത്തെ കഥ അങ്ങനെയാണ്. ഇപ്പൊ ഞാൻ വൈചേട്ടൻ കഴിഞ്ഞ ഇന്റർവ്യൂവിൽ പറയായിരുന്നു, നിങ്ങളുടെ സെറ്റിൽ പല ആൾക്കാരും നമ്മൾ കണ്ടിട്ടില്ല, പക്ഷെ ഈ ഇന്റർവ്യൂവിന് വരുമ്പോഴാണ് എല്ലാവരായിട്ട് മീറ്റ് ചെയ്യണേ. ഓ, നീ ഈ സിനിമയിലുണ്ടോ എന്നാണ് അവര് പരിചയപ്പെടണേ. സെറ്റ് തഗ്ഗിന്റെ പൂരായിരിക്കും എനിക്കറിയാം. എങ്ങനെയുണ്ടായിരുന്നു സെറ്റ് ടോട്ടൽ? അല്ല, നല്ല രസമായിരുന്നു. ഞാൻ പറഞ്ഞില്ല, ഇപ്പം എല്ലാം പരിചയമുള്ള ഇത് ഞങ്ങളുടെ ഫാമിലി തന്നെയാണ്. കാരണം വാഴയാണേലും ഗുരുവായൂരാണേലും അതേ ഇതാണ്. ഡയറക്ടർ മാത്രമേ മാറിയിട്ടുള്ളൂ, ഡയറക്ടറിന്റെ പേര് പോലും മാറിയിട്ടില്ല. അപ്പം അങ്ങനെ ഒരു ഫാമിലിയാണ്. അപ്പൊ അവിടോട്ട് വരുമ്പം വീണ്ടും വീട്ടിൽ തിരിച്ചു ചെല്ലുന്ന പോലെ തന്നെയാണ്. എല്ലാ സ്വാതന്ത്ര്യവും ഉണ്ട്. കളിച്ച് ചിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വായനൊക്കെ നടന്ന് അങ്ങനെ അഭിനയിച്ചൊരു പടമാണ്. അതൊരു ഭയങ്കര സിനിമ അങ്ങനെയുള്ള പേടിയോ അങ്ങനെയുള്ള ആകെ സ്ലാങ്ങിന്റെ കാര്യത്തിൽ മാത്രമേ ഉള്ളായിരുന്നു കുറച്ച് കോൺഷ്യസ്. ബാക്കിയൊക്കെ നമ്മള് ഇതാണ്. എനിക്ക് നിങ്ങളെല്ലാവരും അതേ ടീമിന്റെ ഇപ്പൊ 2ാമത്തെ സിനിമയും 3ാമത്തെ സിനിമയായിട്ട് ചെയ്യുന്ന ആളുകളല്ലേ. അപ്പൊ ഒരേ ടീമിലൂടെ നമ്മൾ വീണ്ടും ചെയ്യുമ്പോഴേ നമ്മുടെ ആ കഥാപാത്രം ആളുകൾക്ക് എത്തി, അല്ലെങ്കിൽ നമ്മുടെ പെർഫോമൻസ് വെച്ചിട്ട് ആളുകൾക്ക് അത്, അല്ലെങ്കിൽ ആ ടീമിന് അത് കംഫർട്ടബിൾ ആണ്, അല്ലെങ്കിൽ നല്ല പെർഫോമൻസ് ആണെന്ന് തോന്നുമ്പോൾ വീണ്ടും നമ്മൾ വിളിക്കണേ. അതിന്റെ ഒരു സന്ദേശം ഉണ്ടോ ഒരേ ടീമിന്റെ കൂടെ നമ്മൾ വീണ്ടും ഒരു സിനിമയുടെ ഭാഗമാകുമ്പോൾ? മറ്റത് വാഴ വിവിൻ പ്രൊഡ്യൂസ് ചെയ്ത്, അതിനുശേഷം പിന്നെ ഇത് വേറെ വിവിൻ്റെ അകത്തുനിന്ന് വിവിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പം എനിക്ക് വിവിന് കംഫർട്ടായിട്ടുള്ള കുറെ ആൾക്കാരെ വിളിച്ചു, അതായിരിക്കാം. പിന്നെ ഇതിൽ ഒത്തിരി ആർട്ടിസ്റ്റുകളുണ്ട്. 300-ലും പരം ആൾക്കാർ. എല്ലാവർക്കും ഡയലോഗും ഉണ്ട്. ഇത് ഇപ്പൊ ബൈജോണ്ണ പറഞ്ഞ പോലെ ഇനി ഈ സിനിമയിലുണ്ടായിരുന്നു. ഈ സിനിമ കാര്യം ഒരു ദിവസത്തെ കഥയാണെങ്കിലും പല സെക്ഷനാണ്, പല സ്ഥലത്തായിട്ടാണ് ഈ കഥ നടക്കുന്നത്. ഇതെല്ലാവരും കൂടെ ഒരുമിച്ച് ഉണ്ടെങ്കിലും ഒരുമിച്ചൊക്കെ വരുന്നത് 2-3 സീനൊക്കെ ഉള്ളു. ബാക്കി എല്ലാവരും അവിടെ ഇതൊക്കെ ഉണ്ട്. ഈ അനുശ്വരയുടെ അമ്മയായിട്ടാണ് സിനിമയിൽ വരുന്നത് വരുമ്പോൾ എന്തായിരുന്നു ഒരു സന്തോഷം? വേറെ ഒന്നും ആലോചിക്കേണ്ടി വന്നില്ല. സന്തോഷം അല്ലേ? ഭയങ്കര ഭാഗ്യമാണ്. അത് ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറഞ്ഞാൽ പിന്നെ അശ്വതിയുടെ മോളാണ് അനശ്വര, മല്ലിക ചേച്ചിയുടെ മോളാണ് അശ്വതി. ഭയങ്കര സന്തോഷം തോന്നി. അപ്പൊ കറക്റ്റ് അശ്വതിയുടെ സഹോദരനായിട്ട് വരും പൃഥ്വിരാജ്. 2 സഹോദരൻ പറഞ്ഞു. അത് അനശ്വരയുടെ മാമനാണ്. ഇവരെന്തായിട്ട് ബന്ധം? ഞങ്ങള് ബന്ധം സ്ഥാപിക്കാൻ ചെല്ലുന്നവരാ, അല്ലാതൊരു ബന്ധമില്ല. പിന്നെ ഇങ്ങനെ അഴുക്ക ഫാമിലിയായിട്ട് നമുക്ക് വലിയ താല്പര്യം സിനിമ കാണുമ്പോൾ മനസ്സിലാവും ഈ കള്ള മനസ്സാണ്.